പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോടിന്ന് ദൈവത്തിന്റെ സാന്നിധ്യത്തെ പറ്റി പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് എല്ലാവർക്കും എക്സൈറ്റ്മെന്റ് തരുന്ന, വളരെ സന്തോഷം തരുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. ദൈവത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും പല വ്യത്യസ്തമായ ആശയങ്ങളാകും. എന്തായാലും എല്ലാ ആശയങ്ങളും നല്ലതാണ്. ഞാൻ അതിൻ്റെ കൂടെ എൻ്റെ ചെറിയൊരു ആശയം കൂടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു ദൈവ മനുഷ്യൻ തൻ്റെ ജീവിതത്തിനകത്ത് എന്തിൻ്റെ പുറകെ പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ പുറകെ പോകണം. ഒരുവനെ രൂപപ്പെടുത്തുന്നതും ഒരുവന്റെ ജീവിതത്തെ വഴിതിരിക്കുന്നതും അത്ഭുതങ്ങളിലേക്ക് നയിക്കുന്നതും എല്ലാം അത് ദൈവ സാന്നിധ്യമാണ്. ദൈവ സാന്നിധ്യത്തെ പറ്റി പല ആശയങ്ങളുണ്ട്. പഴയ നിയമത്തിനകത്ത് നിങ്ങൾക്ക് ദൈവ സാന്നിധ്യം വരുന്നിടത്ത് ഒരു മല മൊത്തവും നിന്ന് കത്തുന്ന ഒരു അനുഭവം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സീനായ് മലയിലേക്ക് ദൈവം ഇറങ്ങി വന്നപ്പോൾ മല മൊത്തം ധൂമാവൃതമായി. എന്നാൽ പുതിയ നിയമത്തിലേക്ക് സാന്നിധ്യത്തെ പറ്റി നോക്കുന്നത് അത് വ്യത്യസ്തമായ ഒരു ആംഗിളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പഴയ നിയമത്തിനകത്ത് നിങ്ങൾക്കറിയാം, ഏലിയ ദൈവത്തിന്റെ സ്വരം കേൾക്കുന്ന ഒരവസ്ഥ. ദൈവം ഏലിയയെ കൊണ്ട് ഒരു സ്ഥലത്ത് മലയിൽ നിർത്തിക്കുന്നു. അവിടെ ആദ്യം ഒരു കൊടുങ്കാറ്റടിക്കുന്നു. അതിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യത്തെ കാണാൻ സാധിക്കത്തില്ല. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പറഞ്ഞാൽ മലകൾ പിളർന്നു പോകുന്നു. അവിടെയും ദൈവത്തിന്റെ സാന്നിധ്യം കാണാൻ സാധിക്കത്തില്ല. മൂന്നാമത് അവിടെ ഒരു അഗ്നി അല്ലെങ്കിൽ ഭയങ്കരമായ ഒരു തീ ഉണ്ടാകുന്നു. അവിടെയും സാന്നിധ്യം കാണാൻ പറ്റത്തില്ല. എന്നാൽ നാലാമതൊരു മൃദു സ്വരത്തിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഏലിയ അനുഭവിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം അത് ഏതൊരു കൊടുങ്കാറ്റിനേക്കാളും, ഏതൊരു ഭൂകമ്പത്തെക്കാളും, ഏതൊരു അഗ്നിയേക്കാളും വലുതാകുന്നു. ഇന്ന് ദൈവത്തിന്റെ സാന്നിധ്യം പുതിയ നിയമത്തിന്റെ കണ്ണിലൂടെ നാം നോക്കുന്നിടത്ത് അത് കർത്താവ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നതാകുന്നു. നിങ്ങൾക്കറിയാമോ, പനി പിടിച്ചു കിടക്കുന്ന പത്രോസിന്റെ അമ്മായിയമ്മയുടെ അടുക്കിലേക്ക് കർത്താവ് വന്നപ്പോൾ, സാന്നിധ്യം വന്നപ്പോൾ അവിടെ സൗഖ്യമുണ്ടായി. വല ശൂന്യമായി കഴുകിക്കൊണ്ടിരിക്കുന്ന പത്രോസിന്റെ പടകിലേക്ക് അല്ലെങ്കിൽ ആ വള്ളത്തിലേക്ക് യേശുവിന്റെ സാന്നിധ്യം വന്നപ്പോൾ വള്ളം നിറയാൻ തുടങ്ങി. ശവക്കല്ലറകളിലും വസ്ത്രം ധരിക്കാതിരുന്ന അവന്റെ വീട്ടിലേക്ക് സാന്നിധ്യം വന്നപ്പോൾ, സാന്നിധ്യം എന്ന് പറയുന്നത് യേശു തന്നെയാണ്. യേശു വന്നപ്പോൾ അവൻ ആള് മാറിയവനെ പോലെ ആക്കി തീർത്തു. ഭയന്ന് കഥകടച്ചിരുന്ന ശിഷ്യന്മാരുടെ നടുവിലേക്ക് യേശുവിന്റെ സാന്നിധ്യം വന്നപ്പോൾ അവർ ധൈര്യമുള്ളവരായി തീർന്നു. മാർഗദർശനമില്ലാതെ അല്ലെങ്കിൽ മാർഗം തെറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പൗലോസിന്റെ അടുക്കിലേക്ക് യേശുവിന്റെ സാന്നിധ്യം വന്നപ്പോൾ 14 ഈടിറ്റ ലേഖനങ്ങളും എന്തിനേറെ ക്രൈസ്തവ സഭയുടെ അടിത്തറയാകുന്ന വലിയ പഠനങ്ങൾ കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാക്കി ആ സാന്നിധ്യം അദ്ദേഹത്തെ മാറ്റി. എൻ്റെ പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിലെ സാന്നിധ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് തകിടം വയ്ക്കുന്നത് മാത്രമല്ല, അത് പണിതുയർത്തുന്ന സാന്നിധ്യമാകും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം വന്നിട്ടുണ്ടോ? എനിക്ക് ഒരു ഉറപ്പ് പറയാൻ പറ്റും. വർഷങ്ങൾ ഒരു കൂർത്ത കല്ല് ഒഴുകുന്ന വെള്ളത്തിനടിയിൽ കിടക്കുമ്പോൾ അതിനകത്തുണ്ടാകുന്ന ആ രൂപാന്തരീകരണത്തിനകത്ത് ഒരു വിനിസമായ പെബിളാകുന്നത് പോലെ ദൈവ സാന്നിധ്യത്തിനകത്ത് കിടക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? നിങ്ങളുടെ ജീവിതത്തിനകത്ത് രൂപാന്തരീകരണം നടന്നുകൊണ്ടിരിക്കുന്നു, നിങ്ങൾ പോലും അറിയാതെ. നിങ്ങൾക്കറിയാമോ, മോശയെ പറ്റി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമത്തിനകത്ത് ഒരു കൊലപാതകം നടത്തുന്ന ഒരു വ്യക്തിയായിട്ടാണ് പഴയ നിയമത്തിനകത്ത് പറയുന്നത്. എന്നാൽ അതേ മോശ ദൈവത്തിന്റെ സാന്നിധ്യത്തെ എൻകൗണ്ടർ ചെയ്ത് വരുന്നിടത്ത് അതേ തിരുവചനത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, മോശയെ പോലെ സൗമ്യനായ ഒരു വ്യക്തി ഉണ്ടായിരുന്നില്ല. പ്രിയമുള്ളവർ, ഇത് മോശയുടെ കഴിവല്ല, അത് സാന്നിധ്യത്തിന്റെ കൃപയാണ്. അല്ലെങ്കിൽ സാന്നിധ്യം ഒരു വ്യക്തിയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന രൂപാന്തരീകരണമാണ്. നിങ്ങളിന്ന് പാപം ചെയ്ത് നടക്കുന്ന വ്യക്തിയാണോ? ഞാൻ നിങ്ങളോട് പറയട്ടെ, സാന്നിധ്യത്തെ നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് നിയന്ത്രിക്കാൻ അനുവദിച്ചു നോക്കുക. ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ തുടങ്ങും. നമുക്കറിയാം, നമുക്ക് കയ്യടി വേണ്ടെന്നല്ല, നമുക്ക് ആ ഒരു ആത്മാവിന്റെ വലിയ പ്രസൻസിന്റെ മാനിഫെസ്റ്റേഷൻസ് വേണ്ടെന്നല്ല. പക്ഷെ പ്രസൻസ് ജീവിതത്തിനകത്ത് ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിനകത്ത് സാന്നിധ്യം വെളിപ്പെട്ടാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ജീവിതം രൂപാന്തരീകരിക്കപ്പെടാൻ തുടങ്ങും. നിങ്ങൾ സാന്നിധ്യത്തെ അനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാക്കി ദൈവം നിങ്ങളെ മാറ്റട്ടെ. സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിയാക്കി ദൈവം നിങ്ങളെ മാറ്റട്ടെ. എല്ലാ കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്നത് സാന്നിധ്യമാകും. നിങ്ങൾക്കറിയാമോ, ദാവീദ് വാസ് മാൻ ആഫ്റ്റർ ദ പ്രസൻസ് ഓഫ് ഗോഡ്. സാന്നിധ്യത്തിന്റെ പുറകിൽ നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ദാവീദ്. അതുകൊണ്ടായിരുന്നു സാവുളിനെ കൊല്ലാൻ അവസരങ്ങൾ കിട്ടിയിട്ട് ദാവീദ് കിട്ടിയ അവസരം തന്നെ മുതലെടുക്കാത്തത്. സാവുളിനെ കൊല്ലാനായിട്ട് പല അവസരങ്ങൾ ഉണ്ടായിരുന്നിട്ടും ദാവീദ് സാവുളിനെ കൊല്ലുന്നില്ല. മറിച്ച് ദാവീദ് സാന്നിധ്യത്തെ ഓണർ ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ അഭിഷേകത്തെ ഓണർ ചെയ്യുന്നു. ഞാനിത് പറയുന്നത് ഇത് ചുമ്മാ ഏതെങ്കിലും ഒരു വ്യക്തിക്ക്, സാന്നിധ്യത്തെ അനുഭവിക്കാത്ത ഒരു വ്യക്തിക്ക് നടക്കുന്ന കാര്യമില്ല. ഇന്ന് ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളെ വഴി നടത്തട്ടെ. സാന്നിധ്യം പലർക്കും പല രീതികളിൽ അനുഭവിക്കാൻ സാധിക്കും. ചിലർക്ക് ചിലപ്പോൾ ശരീരത്തിൽ തൊടുന്ന ഒരു പ്രസൻസ് ആയിട്ട്, ചിലപ്പോൾ ഒരു ഗൂസ് ബംസ് ആയിട്ടായിരിക്കും, ചിലപ്പോൾ ചിലർക്ക് ഉള്ളു നിറയുന്ന ഒരു അനുഭവമായിരിക്കും, ചിലപ്പോൾ ചിലർക്ക് ചൂടടിക്കുന്നത് പോലെ ആയിരിക്കും, ചിലപ്പോൾ തണുക്കുന്നത് പോലെ ആയിരിക്കും. ഇതെല്ലാം ഒരു മാനിഫെസ്റ്റേഷണൽ തലത്തിലേക്ക് വരും. ഞാൻ അതിന് കുറവ് പറയുന്നതല്ല, അല്ലെങ്കിൽ അത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിൽ കവിഞ്ഞ് നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകും. സാന്നിധ്യം വരുമ്പോൾ നിങ്ങൾക്കറിയാം, ഇതെന്റെ കർത്താവാണ്,
നിങ്ങൾക്കറിയാമോ, ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ആദവും ഹവ്വയും പാപം ചെയ്തപ്പോൾ ബൈബിൾ പറയുന്നത് they ran away from the presence of God. സാന്നിധ്യത്തിൽ നിന്ന് അവർ ഓടി മറഞ്ഞു എന്നാണ്. അതായത് എല്ലാമുള്ള ദൈവത്തിന് എല്ലാ ദിവസം വൈകുന്നേരമാകുമ്പോൾ ഈ തോട്ടത്തിനകത്ത് ഇറങ്ങി വന്ന് ആദത്തിന്റെ ഹവ്വയുടെ കൂടെ ഇരിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ ദൈവത്തിനുണ്ട്. ഇന്നും അതേ ദൈവത്തിന് മാറ്റമില്ല. നമ്മുടെ കൂടെ ഇരിക്കുവാൻ, നമ്മുടെ കൂടെ നടക്കുവാൻ, നമ്മുടെ കൂടെ വസിക്കുവാൻ നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നു. പഴയ നിയമത്തിനകത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു നിശ്ചിത പ്രവൃത്തിക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും, സാന്നിധ്യം വരുന്നു, പ്രവൃത്തി നടക്കുന്നു, സാന്നിധ്യം പോകും. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെയല്ല. നമ്മുടെ കൂടെ എന്നേക്കുമായിരിക്കുവാൻ അവിടുന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്ന നേരത്ത് സാന്നിധ്യം നമ്മളെ നടത്തുന്ന ഒരു ജീവിതത്തിലേക്ക് നാം കയറിക്കഴിഞ്ഞാൽ നാം ഇനി മുതൽ പഴയ വ്യക്തിയല്ല, പുതിയ വ്യക്തി ആയിക്കൊണ്ടിരിക്കും, രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കും. സോ ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. സാന്നിധ്യത്തിൽ ജീവിക്കുവാൻ, സാന്നിധ്യത്തോട് കൂടെ പറ്റിയിരിക്കുവാൻ ദൈവം നമ്മെ നയിക്കട്ടെ. സാന്നിധ്യം വരുന്ന നേരത്ത് സാന്നിധ്യത്തിന്റെ ഉടമസ്ഥൻ എന്താണോ അതെല്ലാം ഈ സാന്നിധ്യം വെളിപ്പെടുത്താൻ തുടങ്ങും. ഗോഡ് ബ്ലസ് യു. പ്രൈസ് ദി ലോർഡ്.